ബാങ്കോക്കിൽ നിന്ന് നാഖോൺ രാജാസീമ എന്ന് പറയുന്ന സ്ഥലം, തായ്ലൻഡുകാർ അല്ലെങ്കിൽ പഴമക്കാർ ഈ സ്ഥലത്തിനെ കൊറാട്ട് എന്ന് പറയും. ആ സ്ഥലത്തേക്കുള്ള ഒരു ഡ്രൈവാണ്. അറൗണ്ട് 260 കിലോമീറ്റേഴ്സ്. ഒരു 3 to 4 hours എത്താം. അതൊക്കെ പോകുന്ന കാരണം അടിച്ച് കത്തിച്ച് വീട് കാണുന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ കൊണ്ടൊക്കെ എത്താം. ബട്ട് അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ ഡ്രൈവ് ചെയ്ത് പോവുക. നമ്മുടേതല്ലാത്തൊരു കൺട്രി ആയത് കാരണം ഇവിടെ പൊളിച്ചു പോകുന്നത് അത്ര നല്ല സേഫ് ആയിരിക്കില്ല. അതുകൊണ്ട് ഒരു 70-80 മാക്സിമം. ഓക്കെ. Chasing dreams that they might not find. I was told to follow, but I made my way. They can keep the rules, I'm here to stay. Every move I make, it's on my own. Got no need to fit into your mold. ഇതിനിടയിലുള്ള ഒരു പിറ്റ് സ്റ്റോപ്പാണ് എപ്പോഴും കഫേ ആമസോൺ കോഫി. കഫേ ആമസോണിൻ്റെ ഒരു കിടില സ്ഥലമാണ്. കാപ്പി മാത്രമല്ല, അവിടെ കേക്ക്, സാൻഡ്വിച്ച്, അവരുടെ കോഫി പൗഡർ, സ്നാക്സ്, സ്റ്റാർബക്സ് പോലത്തെ അവരുടെ ഫ്ലാസ്കുകൾ, പിന്നെ അവരുടെ മെർക്കൻഡൈസ് ടീഷർട്ട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഓരോ സ്ഥലത്തെയും ഡിസൈൻ എല്ലാം സെപ്പറേറ്റ് ആയിരിക്കും. പക്ഷെ നല്ല കിടിലൻ ഡിസൈൻ ആയിരിക്കും ഇവിടെ കഫേ ആമസോൺ. ചെറുതുണ്ട് വലുതുമുണ്ട്. പലതരത്തിലുള്ള ചെറിയ ചെറിയ കേക്കുകൾ, സ്വീറ്റ്സ് ഉണ്ട്, ഫ്രൈഡ് ഉണ്ട്, പിന്നെ ബനാന ചിപ്സ് വരെ ഉണ്ട്. ബനാന ചിപ്സ്, പിന്നെ പോപ്കോൺ, മൾട്ടി കളർ ഫ്ലേവേർഡ് പോപ്കോൺ. നാഖോൺ രാജാസീമയിലേക്കുള്ള ഡ്രൈവിനിടയിൽ ഇവിടെ ഒരു പൂന്തോട്ടം കണ്ടു. അപ്പോൾ അതിനകം ഒന്ന് കയറി കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ഇതിനകത്തോട്ടാണ്. ടിക്കറ്റ് എടുക്കണമെന്ന് തോന്നുന്നു. അകത്ത് പോയി ടിക്കറ്റ് എടുത്ത് നോക്കട്ടെ. ഇതാണ് ഇതിനകത്തോട്ടുള്ള എൻട്രി. കണ്ടാഞ്ഞിട്ട് സ്ഥലമാണ്. This is my life and I'll take the
അങ്ങനെ ഈ പ്രാവശ്യത്തെ ബുദ്ധക്ഷേത്ര ദർശനം ഇവിടെ നിന്ന് തുടങ്ങുന്നു. പേര് ഞാൻ പിന്നെ പറയാം. ഗൂഗിളിൽ തപ്പിയെടുത്ത് വണ്ടി വിട്ടതാണ്. ഇപ്പോൾ ഇവിടെ വഴിപാട് സമർപ്പിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. വാഴക്കൊല, പൂവ് ഒക്കെയാണ്. നോക്കണേ എന്താ സ്കീമെന്ന്. ഈ ടെമ്പിളിൻ്റെ പേര് വാട്ട് ഫ ഫു ഫ സോ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ബാക്കി ഡിസൈൻ ഇതിങ്ങനെയാണ്. സ്മോക്ക് ഫ്രീ വാട്ട് ഫ ഫപ്സൂൺ ഇങ്ങനെയാണുള്ളത്. പേര് നോക്കണം. എന്തോ ബയോഡൈവേഴ്സിറ്റി ഇൻ ദ ടെമ്പിൾ, ഒരുപാട് ജീവികളൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ബയോഡൈവേഴ്സിറ്റിയും ഒക്കെയാണ്. യുനെസ്കോയുടെ ഒരു ജിയോ പാർക്കാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ റൂട്ട് മാപ്പ്. കുറച്ചുകൂടെ വലുതായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെയാണ്. എന്തായാലും എൻ്റെ മുകളിൽ കയറി നോക്കട്ടെ. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. അതിൻ്റെ മുമ്പിൽ സാധാരണ കാണുന്ന പോലെ 2 രൂപങ്ങൾ. ടിൻ 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 നടന്ന് കയറണം. ഇതിൽ നടന്നു വരുമ്പോൾ കയറ്റമാണ്. എഴുതി വെച്ചിരിക്കുന്നത് തായ് ആയ കാരണം വായിക്കാൻ പറ്റില്ല. സിംഹങ്ങളെയും മാലയൊക്കെ നിർത്തിയിട്ടുണ്ട്.ก็ล้วนแต่มีภัยด้วยกันทั้งนั้นมีภัยจากธรรมชาติภัยจากผู้จากคนก็นี่สงครามความไม่ลงรอยไม่ลงตัว എന്തൊക്കെയോ പ്രാർത്ഥനകളൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് മെയിൻ ടെമ്പിൾ. അതിൻ്റെ ഗോപുരമാണ് ആ കാണുന്നത്.
เอจัตตาตาสมากัตตวายาติเปตาสมาคตามาหุเตอันนบานามิจักกัจจังอนุโมทเตเย